കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ എന്ന് പറയുന്ന മലയാളികളുടെ ശൈലജ ടീച്ചറമ്മ എന്നിവർ സ്നേഹത്തോടെ വിളിക്കുന്ന അവരുടെ ഒരു സ്ഥാനാർത്ഥിത്വവും മന്ത്രിയായി പരിഗണിക്കില്ല എന്നുള്ളതെല്ലാം വളരെ ചർച്ചയായതായിരുന്നു. കാരണം ആ കൊറോണ കാലത്ത് വളരെ മികച്ച സേവനം കാഴ്ചവെച്ച വകുപ്പ് എന്ന നിലയ്ക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ശൈലജയോട് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമായിരുന്നു. എന്നാൽ ഇത്തവണയും ഇടയ്ക്കിടയ്ക്ക് കെ ശൈലജ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകുമോ ഇല്ലയോ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഇത് ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും അതിൽ ചർച്ചയായിരിക്കുകയാണ് കെ ശൈലജയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നൊരു രീതിയിൽ. അപ്പോ സാധാരണഗതിയിൽ CPM-ൽ ആരും തന്നെ ഇതിൽ അഭിപ്രായം നേരിട്ട് പറയാറില്ല. കോൺഗ്രസിലാണെങ്കിൽ എനിക്ക് മത്സരിക്കണം എന്ന് ധൈര്യമായിട്ട് ഒരാൾക്ക് പറയാം. കാരണം അത് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് അവരവരുടെ ആവശ്യങ്ങൾ അവർക്ക് പറയാം, ഉന്നയിക്കാം. പക്ഷേ CPM-ൽ അങ്ങനെയല്ല. മുകളിൽ നിന്ന് എന്ത് പറയുന്നോ അത് അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി. അല്ലാതെ ഒരു അഭിപ്രായം ആർക്കും പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത ജനാധിപത്യ പാർട്ടിയാണ് CPM എന്ന് പറയാമെന്ന്. പക്ഷെ അവിടെ പോലും ഇപ്പോൾ കെ ശൈലജ അവരുടെ അഭിപ്രായം അവർ പറഞ്ഞിരിക്കുകയാണ്. എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ ഒഴിവാക്കേണ്ടത് എന്ന് ചോദിച്ചിരിക്കുക. അല്ല ചേച്ചി, അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ട്. അതൊരു ഒളിയമ്പാണ്. ഈ പറയുന്ന പോലെ എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ഈ ഇടതുമുന്നണി CPM-ന്റെ കാര്യം എടുക്കുമ്പോൾ 2 പ്രാവശ്യം മത്സരിച്ചവർ, അല്ലെങ്കിൽ അവർക്കൊരു ടൈം വ്യവസ്ഥ പോലെയാണല്ലോ, 3 പ്രാവശ്യം മത്സരിച്ചവർ. പക്ഷെ വേണ്ടപ്പെട്ടവർക്ക് ഇതെല്ലാം അവർ മാറ്റാറുണ്ട്. അതാണ് പറയുന്നത് ചേച്ചി. ഇപ്പൊ കെ ശൈലജ മത്സരിക്കണ്ട എന്ന് പറയുമ്പോൾ എന്നെ മാത്രം എന്തിനാണ് ഒഴിവാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് നേർക്ക് പോകുന്നത് പിണറായി വിജയന്റെ നേർക്കാണ്. കാര്യം പിണറായി വിജയൻ നിലവിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ പോകുന്നതല്ല. CPM ഒന്നിച്ച് തീരുമാനിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് പിണറായി നയിക്കട്ടെ. ആരോഗ്യപരമായി നോക്കിയാലും പ്രായത്തിന്റെ കാര്യത്തിൽ നോക്കിയാലും യഥാർത്ഥത്തിൽ ഇനിയും പിണറായി ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ പിണറായി അല്ലാതെ അദ്ദേഹം ഇനി വിശ്രമ ജീവിതം നയിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു CPM-ന് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഉണ്ടാകില്ല. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ മറ്റൊരാളെ എന്തുകൊണ്ട് ഉയർത്തിക്കാട്ടുന്നില്ല? ഈ പറയുന്ന പോലെ ചേച്ചി പറഞ്ഞതുപോലെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രി ഒരു പരിധിവരെ നല്ല ആരോഗ്യമന്ത്രി ആയിരിക്കാം, അതിന്റെ അകത്ത് അഴിമതികളുണ്ട്, അതൊക്കെ മറ്റൊരു വിഷയം. PPE കിറ്റിൽ പോലും അഴിമതി ആരോപണങ്ങളുണ്ട്. അപ്പൊ ഈ പറയുന്ന സൈബർ ലോകമാണ് യഥാർത്ഥത്തിൽ ഇവരെ ഒരു വലിയ ടീച്ചറമ്മ പരിവേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ CPM സൈബർ ഹാൻഡിൽ വലിയ സ്വാധീനമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു വകുപ്പ് കെ ശൈലജയ്ക്ക് മുഖ്യമന്ത്രിയാക്കുമെന്ന് വരെ രാഷ്ട്രീയകാലം ചിന്തിച്ചിരുന്നു. അവിടെ നിന്നാണ് അവരെ ഒരു മന്ത്രി പോലും ആക്കാതെ വെറും ഒരു MLA ആക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ വടകര പിടിക്കാമെന്ന് പറഞ്ഞ് പാവത്തിനെ ഇരയാക്കി, അല്ലെങ്കിൽ ഒരു പരീക്ഷണ വസ്തുവാക്കിക്കൊണ്ട് വടകരയിൽ മത്സരിപ്പിക്കുന്നു. ഷാഫി പറമ്പിൽ വടകരയിൽ വരികയും കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിവാദങ്ങളിൽ പെടുകയും ഇവർ പരാജയപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ചേച്ചിക്ക് ഓർമ്മ, അതിനുശേഷം പുള്ളിക്കാരി ഒന്ന് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഒരു ഒതുക്കം വന്നു. അത് കഴിഞ്ഞാൽ ഇപ്പൊ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറയുന്നു ഇനി നിങ്ങൾ മത്സരിക്കണം, അല്ലെങ്കിൽ മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കണ്ട എന്ന് പറയുന്നു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലായാലും അത് അവരോട് ചെയ്യുന്ന ചതിയാണ്. എന്നിട്ട് പറയുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലം, കോൺഗ്രസ് UDF-ന്റെ സിറ്റിംഗ് മണ്ഡലം പേരാവൂര് വേണമെങ്കിൽ കെ ശൈലജ മത്സരിക്കട്ടെ, അല്ല അവിടെ കൊടുക്കാമെന്ന്. അപ്പൊ അതും ഒരു പരീക്ഷണമാണ്. അതിലും തോൽക്കുകയാണെങ്കിൽ പൂർണ്ണമായി അവർക്ക് ഒഴിവാക്കാമല്ലോ. പിന്നെ ഏതെങ്കിലും വിധത്തിൽ ജയിക്കുകയാണ്. മറ്റൊരു കാര്യമുണ്ട്. ഈ CPM-ന്റെ സ്ത്രീ സുരക്ഷ, സ്ത്രീ പുരോഗമനം എല്ലാം ശബരിമലയിൽ ഹെൽമെറ്റ് വെച്ച് കയറ്റുന്നത് വരെയേ ഉള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും ഈ CPM-ന്റെ സ്ത്രീ വിമോചനമോ സ്ത്രീ പുരോഗമനമോ സ്ത്രീവാദമോ ഒന്നും നിലനിൽക്കില്ല എന്ന് പല ആവർത്തിയായി ജനങ്ങൾ കണ്ടത് തന്നെ. അല്ലെ ചേട്ടത് മറ്റൊരു കാര്യമുണ്ട്. കെ ശൈലജ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പേരാവൂരിൽ നിന്ന് എവിടെ നിന്ന് മത്സരിക്കട്ടെ, കെ ശൈലജ മത്സരിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം വരികയും കഴിഞ്ഞ തവണത്തെ പോലെ കെ ശൈലജ മുഖ്യമന്ത്രിയായി വരാൻ കെൽപ്പുള്ള ലേഡിയാണ്, അല്ലെങ്കിൽ സ്ത്രീയാണ് എന്നൊരു അഭിപ്രായം വരികയും ചെയ്താൽ അത് പിണറായി വിജയന് മോശമാണ്. ആണോ അല്ലേ? അത് അംഗീകരിക്കാൻ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന് കഴിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശൈലജ എന്തിനേറെ പറയുന്നത് CPM സമ്മേളനത്തിൽ, അതായത് പിണറായിയെ വളർത്തിക്കൊണ്ടുവന്ന VS അച്യുതാനന്ദന് ആ സമ്മേളന വേദിയിൽ കയ്യടി, വളരെ വലിയ രീതിയിലുള്ള കരഘോഷം ഉയരുമ്പോൾ അസ്വസ്ഥനായ ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താണ്? കടലിലെ തിര മറ്റേ ബക്കറ്റിൽ വെള്ളം എടുത്ത് മാറ്റിയാൽ അതിൽ തിര ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ ഉള്ളിലെ എത്രത്തോളം അസൂയയും കുശുമ്പും കുന്നായ്മയാണ് അതിൽ പുറത്തു വന്നതെന്ന് നമുക്ക് കണ്ടതാണ്. അപ്പൊ പിന്നെ VS-നെ അങ്ങനെ പറഞ്ഞ ഒരാള്
കെ ശൈലജയെ വളരാൻ അനുവദിക്കുമോ? അല്ലെ ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നു, വലിയ രീതിയിലുള്ള മാറ്റമാണ് CPM പറയുന്നത് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ. നമുക്ക് സ്ഥാനാർത്ഥി പട്ടിക വന്നാൽ മാത്രമേ അത് കൃത്യമായി പറയാൻ കഴിയൂ. എന്നാലും നിലവിൽ സിറ്റിംഗ് MLA-മാരെ പരിഗണിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പരിഗണിക്കും. അത് അവർക്ക് ടേം വ്യവസ്ഥ ഉണ്ടല്ലോ, വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ കോൺഗ്രസിനെ എടുത്താൽ അല്ലെങ്കിൽ UDF-നെ എടുത്താൽ, കോൺഗ്രസിനൊക്കെ പറഞ്ഞ നിലവിൽ എല്ലാ MLA വരും. എനിക്ക് തോന്നുന്നു പാലക്കാട് MLA-യും അങ്ങനെ രണ്ടുപേരും മറ്റു മാറുന്നുള്ളൂ, ബാക്കി എല്ലാവരും മത്സരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചത് അവരിങ്ങനെ വീരവാദമൊന്നും മുഴക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനത്തെയാണ്, ഞങ്ങൾ അങ്ങനെയാണ് എന്നുള്ള വീരവാദമൊന്നും അവരവരുടെ തീരുമാനങ്ങൾ അവർ നടപ്പിലാക്കുമെന്നേ. അല്ല, അവരെ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ആ ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു രീതി, അല്ലെങ്കിൽ പുതിയ കുറച്ചു പേരെയൊക്കെ DYFI അടക്കമുള്ള യുവത്വത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ടൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കെ ശൈലജയെ ഒതുക്കാൻ നോക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുമ്പോ ചേച്ചി നോക്കൂ, ഏതെങ്കിലും ഒക്കെ സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കകത്ത് സംസാരിച്ച ആർക്കും സ്ഥാനാർത്ഥിത്വം ഉണ്ടാകില്ല. അതിന്റെ കാര്യമല്ല, അത് നേരത്തെ. അതുപോലെ തന്നെ ഈ ചില ആളുകൾ, നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പിണറായി വിജയൻ അല്ലെങ്കിൽ പറയുന്ന 1-2 പേരുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു പേരായിരുന്നു ശൈലജയെ വെട്ടാനുള്ള സാധ്യത ഏകദേശമായി. ഇതുപോലെ ആരുടെയൊക്കെ പേര് വന്നിട്ടുണ്ടോ അവരെയൊക്കെ വെട്ടാനുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ജയിക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു പരീക്ഷണ വസ്തുവാണ് ശൈലജയെ. മട്ടന്നൂരിൽ നിന്ന് എന്തായാലും ജയിക്കുക. 60,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ശൈലജ ഇനി മട്ടന്നൂർ മത്സരിക്കേണ്ട, മറ്റൊരു സ്ഥലത്തേക്ക്, പേരാവൂർ പോലൊരു സ്ഥലം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDF-ന്റെ സിറ്റിംഗ് സീറ്റ് ഒക്കെ പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പറയാം കോട്ട തകർക്കാൻ വേണ്ടി ശൈലജ ടീച്ചർ ഇറക്കുന്നു എന്ന് പറയുമ്പോഴും ഒഴിവാക്കിയിട്ട് ഒരു പരീക്ഷണത്തിന് ആകരുതായിരുന്നു ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ശൈലജ ടീച്ചർ വയ്ക്കുന്ന ഒളിയമ്പ് പോകുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. എന്നെ മാത്രം എന്തിനു മാറ്റി നിർത്തുന്നു എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ ആവുകയാണ്. ഇനിയിപ്പോ CPM എന്ന പാർട്ടി ഇല്ല, പിണറായി വിജയൻ എന്ന പാർട്ടി എന്ന് പറയേണ്ടി വരും. കാര്യം എല്ലാ ആനുകൂല്യങ്ങളും പിണറായി വിജയൻ. ചേച്ചി ഒന്ന് ആലോചിക്കും, 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോ ചേച്ചി കരുതിയിരുന്നില്ലേ ശൈലജയെ മുഖ്യമന്ത്രിയാക്കില്ല, ഏതെങ്കിലും ഒരു മന്ത്രിയാക്കുമെന്ന് കരുതി? അതെ, എല്ലാവരും കേരളം മുഴുവൻ കണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ്. ഈ എല്ലാവരും CPM-കാരെന്നല്ല, കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ വിശ്വാസികളും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. അതുപോലെ തന്നെ ഈ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എല്ലാവരും പറയുന്നത് പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. എന്നാലും ഒരു വിഭാഗം ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മരുമകനെ മന്ത്രിയാക്കാൻ വേണ്ടിയാണ് പുതിയൊരു സഭ രൂപീകരിച്ചത്. ശിവൻകുട്ടിയെ പോലെ ഒരാളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് മരുമകനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലല്ലേ ഇപ്പൊ കെ ശൈലജയെ പുറത്താക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ ഇനി അടുത്ത തവണ ഈ മരുമകനെ നിലനിർത്തുകയും വേണം, പിണറായിക്ക് ഈ തെരഞ്ഞെടുപ്പ് നയിക്കുകയും വേണം. അപ്പൊ ആരെങ്കിലുമൊക്കെ ഒഴിവാക്കിയാലല്ലേ അവർക്ക് അവിടെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ചേച്ചി, അത് ഞാൻ പറയട്ടെ, അങ്ങനെ നമ്മൾ ഒഴിവാക്കാനായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒഴിവാക്കാനാണെങ്കിൽ മറ്റൊരുപാട് പേരുണ്ടായിരുന്നു ഒഴിവാക്കാൻ പറ്റുന്നവർ. ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഇവര് തന്നെയാണ് പറയുന്നത് ഇവരുടെ ടീച്ചർ അമ്മയാണ്. ആരാ പറഞ്ഞത്? വനിതാ മുഖ്യമന്ത്രി ലെവലിലേക്ക് വളരാൻ സാധ്യതയുള്ള സ്ത്രീയാണ്, ഞങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ ഒപ്പം നിർത്തും, വിജയ സാധ്യത ഉള്ള ഒരു സ്ഥാനാർത്ഥി ഇവർ എന്തിനു മാറ്റുന്നു? അങ്ങനെയാണ്. ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല, അത് നിങ്ങൾ സംസാരിക്കുകയും വേണ്ട, അത് അവർ തീരുമാനിച്ചോളും എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കില്ല, മട്ടന്നൂർ സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിൽ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ട, പക്ഷേ പാർട്ടിക്കാരോടും പാർട്ടിക്കകത്തും ഉത്തരം പറയേണ്ട ധാർമ്മികത മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, MV ഗോവിന്ദനുണ്ട്. ബാക്കി എല്ലാ പാർട്ടിയുടെ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നുണ്ടല്ലോ MV ഗോവിന്ദൻ. ഈ വിഷയത്തിലും MV ഗോവിന്ദൻ അഭിപ്രായം പറയാതെ തന്നെ വേണം. അതേസമയം തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മത്സരിക്കുന്നില്ല എന്നും പകരം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പരിഗണിക്കാൻ സാധ്യതയെന്നും പാർട്ടി പറയുന്നത് തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ അല്ലെങ്കിൽ ഭാര്യ മത്സരിക്കട്ടെ എന്നാണ്. MV ഗോവിന്ദന് MV നികേഷ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു അഭിപ്രായമുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു റൗണ്ട് കൂടിയൊക്കെ കഴിയുമ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം, പലരും ഇതുപോലെ സ്ഥാനാർത്ഥികളാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് നിർബന്ധിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്ന ഉറച്ച ബോധ്യത്തിന്റെ പേരിലാണോ എന്ന്. കാര്യം നമ്മൾ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞു, റിപ്പോർട്ടർ ചാനലിലുണ്ടായിരുന്ന ഒരു അഭിമുഖത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോ കെ ശൈലജ പറഞ്ഞ മറുപടി അത്ര അങ്ങനെ പറയാനൊരു സാധ്യതയില്ല. അപ്പൊ പുള്ളിക്കാരി നേരത്തെ മനസ്സിലാക്കിയിരിക്കണം എന്നെ വെട്ടാൻ സമയമായി എന്ന്. അതുകൊണ്ടായിരിക്കാം.